നമസ്കാരം. നമുക്കെല്ലാം താല്പര്യമുള്ള ഒരു വിഷയമാണ് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന്. ഇത് സംബന്ധിച്ച് ആത്മീയമായും ഭൗതികമായും ഒക്കെ തന്നെ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇന്ന് നിലവിലുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് കയറുന്നുവെന്ന്, അങ്ങനെ ഒരു പുതിയ ജന്മം അവിടെ എടുക്കുന്നു എന്നൊക്കെ പലരും വിശ്വസിക്കുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിൽ പുതിയൊരു സിദ്ധാന്തവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലോകത്ത് ഏറ്റവും വലിയ ബൗദ്ധിക നിലവാരമുണ്ടെന്ന്, അതായത് IQ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട വ്യക്തിയാണ്. 72കാരനായ ക്രിസ് ലങ്കൻ എന്നൊരാളാണ് ഇപ്പോൾ തൻ്റെ വാദമുഖങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ IQ നിലവാരം 190നും 210നും ഇടയിലാണ് എന്നാണ് കണക്കാക്കുന്നത്. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ 30 മുതൽ 50 വരെ പോയിൻ്റ് കൂടുതലാണ് ഈ മനുഷ്യൻ്റെ ബൗദ്ധിക നിലവാരം അഥവാ IQ. കോഗ്നിറ്റീവ് തിയററ്റിക്കൽ മോഡൽ ഓഫ് ദി യൂണിവേഴ്സ് എന്നൊരു ചിന്താധാര തന്നെ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇതിലൂടെ മരണത്തിന് ശേഷം നമുക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നിരന്തരമായി പോഡ്കാസ്റ്റുകളിലൂടെയും മറ്റും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ജീവിതമുണ്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും സിദ്ധാന്തങ്ങളും പഠനങ്ങളും എല്ലാം തന്നെ പോകുന്നത്. മനുഷ്യ മനസ്സും യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതാണ് അദ്ദേഹം പ്രധാനമായും പലപ്പോഴും പഠന വിഷയമാക്കാറുള്ളത്. നമ്മൾ യാഥാർത്ഥ്യത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്, അത് നമ്മൾ സങ്കല്പത്തിലാണോ എന്ന് പല തത്വചിന്തകന്മാരും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിൽ കാണുന്നതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണോ അതോ സങ്കല്പമാണോ, യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ലോകത്തെ ആത്മീയ നേതാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ വലിയ സാഹിത്യകാരന്മാരൊക്കെ നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലങ്കനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റേതായ ചില സൈദ്ധാന്തിക വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. ലങ്കൻ പറയുന്നത്, നമ്മൾ മരിക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് കൂടുമാറുന്നു എന്നാണ്. നമ്മൾ മരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ലങ്കൻ പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. അതായത് ബോധമല്ലെങ്കിൽ ആത്മാവ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത മറ്റൊരു തലത്തിലേക്കോ അസ്തിത്വത്തിൻ്റെ തലത്തിലേക്കോ നീങ്ങുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്നാൽ ഈ പുതിയ തലം എന്താണെന്നോ അവിടെ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നോ എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ലങ്കൻ അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തത്തിൽ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സ്വർഗത്തെ നരകത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അത് വലിയ തെറ്റൊന്നുമില്ല എന്നാണ് ലങ്കൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരിമിതിയും. മരണത്തോടെ നമുക്ക് സംഭവിക്കുന്നത് ഈ ഭൂമിയുമായുള്ള നമ്മുടെ ബന്ധത്തിന് ഒരു വിരാമമിട്ടതായിട്ടാണെന്നാണ് പൊതുവെ നമ്മളെല്ലാവരും പറയാറുള്ളത്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുമ്പോൾ ഓരോരുത്തരും യാഥാർത്ഥ്യത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് തിരികെ മടങ്ങുന്നു എന്നാണ് ലങ്കൻ വിശദമാക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തം ശരീരത്തിന് പകരമായി മറ്റൊരു ശരീരം നൽകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതെങ്ങനെയെന്ന് ലങ്കൻ വിശദീകരിക്കുന്നതുമില്ല. ലങ്കൻ പറയുന്നത്, നിങ്ങൾ മരിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ അസ്തിത്വം ഇല്ലാതാകുന്നു എന്നതല്ല എന്നാണ്. നമ്മളൊക്കെ പറയാറുള്ള ഒരാളുടെ അസ്തിത്വം ഇല്ലാതാകുന്ന അയാളെ മരണത്തോടു കൂടിയാണ് എന്നാണ്. എന്നാൽ ലങ്കൻ പറയുന്നത്, നമ്മുടെ മരണത്തോടു കൂടി നമ്മുടെ അസ്തിത്വം ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നാണ്. നിങ്ങളൊരു പുതിയ ശരീരത്തിലേക്ക് മാറുമ്പോൾ നേരത്തെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മ കാണില്ല എന്നാണ് ലങ്കൻ വിശദീകരിക്കുന്നത്. ഇനി അങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഇനി ഈ ജീവിതത്തിൽ എന്താണ് പ്രയോജനം എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പൂർവ്വജന്മസ്മൃതി എന്ന വാക്ക്. അത് ഒരുപക്ഷെ ഇന്ത്യൻ തത്വചിന്തയിൽ വരുന്നതാണ്. ഒരു മനുഷ്യന് പുനർജന്മം എടുത്തു കഴിഞ്ഞാലും അയാൾക്ക് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർക്കാൻ കഴിയും എന്ന് പൊതു വിശ്വസിക്കപ്പെടുന്നു. ചില ആളുകൾ അങ്ങനെയൊക്കെ പലതും വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വലിയ വാർത്തയായി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ പോലും അതിനെന്ത് പ്രസക്തി എന്നാണ് ലങ്കൻ ചോദിക്കുന്നത്. നമ്മൾ വീണ്ടും പുനർജന്മം എടുക്കുകയാണെങ്കിൽ പോലും ആ പുനർജന്മങ്ങളെല്ലാം ഒരേ സമയം സംഭവിക്കുന്നതാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ അവസ്ഥയെ മരണാനന്തര ജീവിതം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് ലങ്കൻ പറയുന്നത്. മാത്രമല്ല, ദൈവത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ചില സങ്കല്പങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ തിരിച്ചറിയുന്നതിനുള്ള, മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ലങ്കൻ ദൈവത്തെ കണക്കാക്കുന്നത്. എന്നാൽ അതൊക്കെ തന്നെ നമ്മുടെ സങ്കല്പങ്ങളിലുള്ള ഒരു സ്വർഗ്ഗലോകവും അല്ലെങ്കിൽ ഒരു പരലോകവും, അവിടെ ഒരുപാട് ദൈവങ്ങളും മറ്റുമൊക്കെ ഉള്ള ഒരു സങ്കല്പം നമുക്ക് എപ്പോഴും എല്ലാ മതങ്ങളിലും അതുണ്ട്. പക്ഷേ അതൊന്നും തന്നെ യാഥാർത്ഥ്യമല്ല. എന്നാൽ അതൊന്നും കൃത്യമല്ല. ഏതെങ്കിലും കാര്യങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ തന്നെ തിരിച്ചറിയുന്നതിനുള്ള ഉപാധിയായിട്ട് മാത്രം നമ്മൾ ആ ഒരു ദൈവത്തെ കണ്ടാൽ മതി എന്നാണ് ലങ്കൻ പറയുന്നത്. ഏതായാലും പുനർജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. എന്നാൽ ലങ്കൻ്റെ ഈ സിദ്ധാന്തങ്ങൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം. അദ്ദേഹം വളരെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ
ആത്മീയമായ ഭാഷയിലാണ് പല കാര്യങ്ങളും വിശദീകരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മരിച്ചതിന് ശേഷവും നമ്മൾ ജന്മമെടുക്കും എന്നൊക്കെ. പക്ഷേ എന്നാൽ അത്തരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലങ്കൻ അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തത്തിലൂടെ വിശദമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയുമെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അതുകൊണ്ടൊന്നും ഈ ജന്മത്ത് ഇനി അവർക്ക് പ്രയോജനമില്ല എന്നാണ് ഡങ്കൻ പറയുന്നത്. അപ്പോൾ ഏതായാലും ഡങ്കൻ്റെ ഈ സിദ്ധാന്തത്തിൻ്റെ ചുരുക്കം ഇത്രയാണ്: നമ്മൾ മരണത്തോടുകൂടി നമ്മുടെ അസ്തിത്വം ഒരിക്കലും ഇല്ലാതാകുന്നില്ല, അതിങ്ങനെ തുടരുന്ന ഒരു പ്രക്രിയയായി മാറുന്നു എന്നാണ് അദ്ദേഹം ഇതിലൂടെ അർത്ഥമാക്കുന്നത്.